നല്ല ഭംഗിയുള്ള ഒരു സാരി കൊണ്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ട്വൈൻ കട്ട് വർക്ക് ചെയ്ത സാരിയാണ്. നമുക്ക് ഡീറ്റെയിൽസ് കാണാം കേട്ടോ സാരിയുടെ. വേണ്ട സാരി വന്നിരിക്കുന്നത് മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിൽ ഒരു പീച്ച് ടോണിലുള്ള എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല പ്യുവർ ടെസർ സിൽക്ക് സാരി വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ. മസ്റ്റർഡ് യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റനിങ് കളറാണ്. ഏത് സ്കിൻ ടോണിലുള്ളവർക്കും നന്നായിട്ട് ചേരുന്ന കളറാണ്. അതുപോലെ തന്നെ നല്ല സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടുന്ന കളറുമാണ്. മസ്റ്റർഡ് യെല്ലോയിൽ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കുന്ന കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് അല്ല, വളരെ സോബർ ആൻഡ് സട്ടിലായിട്ട് നിൽക്കുന്ന കട്ട് വർക്ക് ഡീറ്റെയിലിംഗ്. ഇത് കണ്ടോ, മുന്താണിയിലൊക്കെ വർക്ക് കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ആ മുന്താണിയുടെ കോർണറിൽ ഫുള്ളായിട്ടും വലിയൊരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അത് പീച്ച്, എല്ലാം ഫ്ലോറൽ പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത്. പീച്ച് കളറിലുള്ള ഡീറ്റെയിലിംഗ്. പീച്ച് പ്യുവറായിട്ടുള്ള പീച്ച് കളറല്ല, പീച്ചും പിങ്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന. ആ ത്രെഡിൻ്റെ കളർ, കട്ട് വർക്ക് ത്രെഡിൻ്റെ കളറ്, അതിൽ ഫുൾ ഫ്ലോറൽ പാറ്റേൺസ് ആണ്. ഫ്ലോറൽ പാറ്റേൺസ് വന്നിരിക്കുന്നത് കണ്ടോ. മുന്താണിയുടെ ഫുൾ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2 കോർണറിൽ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ഉണ്ട്. റൈറ്റ് സൈഡിലെ കോർണറിലാണ് കൂടുതലായിട്ടുള്ള, നമ്മൾ അടുക്കി കുത്തുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിടിക്കുമ്പോൾ ആ പുറത്ത് വരുന്ന പോർഷനില്ലേ, അവിടെയാണ് ഈ വലിയൊരു കട്ട് വർക്ക് വന്നിരിക്കുന്നത്. ഇനി സാരിയുടെ ഫുള്ളായിട്ട് ഇതുപോലെ ഉണ്ടോ റണ്ണിങ് കട്ട് വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് സ്കാലപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടെ ഈ ചെസ്റ്റ് പോർഷനിലുള്ള ആ ഒരു ഡിസൈൻ ഡീറ്റെയിലിംഗ് ഓൾമോസ്റ്റ് ഒരു 3 ഇഞ്ച് വലുപ്പത്തിലുള്ള ഡിസൈൻ ഡീറ്റെയിലിംഗ് ആണ്. അത് ഫുള്ളായിട്ട് സാരിയിൽ റണ്ണിങ് ആയിട്ട് ഫുൾ സാരിയിൽ വന്നിട്ടുണ്ട്. ഒരു 10 ഇഞ്ച് ഗ്യാപ്പിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഫുൾ സാരിയിൽ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ഡിസൈൻ. പ്ലീറ്റിനുള്ളിലും സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ പ്ലീറ്റിനുള്ളിൽ ഡിസൈൻ വരാറില്ലായിരുന്നു. ഇതിപ്പോൾ അത് കണ്ടോ, റൈറ്റ് ലെഗ് പോർഷനിലായിരുന്നു ഡിസൈൻ വന്നിരുന്നത്. ഇത് ഫുൾ സാരിയിൽ റണ്ണിങ് ആയിട്ട് ഇതുപോലെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അതുപോലെ നടക്കുമ്പോൾ ഒക്കെ നല്ല ഭംഗിയാണ് ഇങ്ങനെ ആ പ്ലീറ്റിൻ്റെ ഇടയിൽ കൂടെ ഈ ഡിസൈൻ ഡീറ്റെയിലിംഗ് കാണാനായിട്ട്. എല്ലാം സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. ബ്ലൗസിൻ്റെ സ്ലീവ്സിലും ഈ കാണുന്ന ഒരു ചെറിയ ബോട്ടിൽ ആ ഒരു ഡിസൈൻ ഡീറ്റെയിലിംഗ് ആണ് ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ വന്നിരിക്കുന്നത്. TC259 ആണ് ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത്. ഇനി ഈ പ്രോഡക്റ്റ് നമുക്ക് പ്രീ ഓർഡർ കാറ്റഗറിയിലും അവൈലബിൾ ആക്കാം കേട്ടോ. ഇത് ടസർ സിൽക്ക് മെറ്റീരിയലാണ്. പ്യുവറായിട്ടുള്ള ദേശി ടസർ ഫാബ്രിക്കിൽ വന്നേക്കുന്ന സാരിയാണ്. അത് മസ്റ്റർഡ് യെല്ലോ കളറിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിലിപ്പോൾ നമുക്ക് ഒരു ഫങ്ഷന് വേണ്ടിയിട്ടാണ്, ഒരു എല്ലാവർക്കും ഡിഫറെൻറ്റ് സെയിം ഡിസൈൻ തന്നെ ഒരേ കളർ ടോൺ, ബേസ് കളർ സെയിമും ഒരേ ഡിഫറെൻറ്റ് കളർ ടോൺസിലാണ് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്. എല്ലാവരും ഒരുപോലെ വേണ്ട, എന്നാൽ കളർ തീമിൽ മസ്റ്റർഡ് യെല്ലോ സാരിയിൽ പല ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഇപ്പോൾ നമുക്ക് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സെയിം ഡിസൈൻ തന്നെ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിസൈൻ പാറ്റേണോ, ഈ മസ്റ്റർഡ് യെല്ലോയിൽ ഡിഫറെൻറ്റ് ഡിസൈൻ പാറ്റേൺസ് വരുന്ന പോലെയോ ഒക്കെ. ഇപ്പോൾ നമുക്ക് കല്യാണങ്ങളുടെ സമയമാണല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ 1 മാസം ഗ്യാപ്പ് വേണം കേട്ടോ നമുക്ക് പ്രോഡക്റ്റ് ഡൈ ചെയ്ത് വരാനും അതുപോലെ തന്നെ വർക്ക് ചെയ്തെടുക്കാനും ഒക്കെയുള്ള ഗ്യാപ്പ് തന്നിട്ട് പ്രീ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അവൈലബിൾ ആക്കാവുന്നതാണ് കേട്ടോ. ഈ കട്ട് വർക്ക്സിൻ്റെ ട്രെൻഡ് ഒരിക്കലും ഔട്ടാവില്ല. ഇപ്പം നമുക്ക് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ അമ്മമാരുടെയൊക്കെ സമയത്ത്, ഞങ്ങളുടെ അമ്മമാരുടെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു 25 ഇയേഴ്സൊക്കെ മുമ്പ്, 25-30 ഇയേഴ്സിനൊക്കെ മുമ്പ് മുതൽ കട്ട് വർക്ക് ട്രെൻഡായിരുന്നു. ആ സമയത്ത് ചൈനീസ് സിൽക്ക് സാരീസിലൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ അത് ട്രെൻഡ് മാറി. ഇതിപ്പോൾ അതേ കണ്ടോ, നമ്മൾ ടസർ സിൽക്ക് സാരീസിലും അങ്ങനെ ഓരോ കാലത്തിനനുസരിച്ച് ട്രെൻഡ് മാറി. അപ്പോൾ ഉപയോഗിക്കുന്ന ഫാബ്രിക് മാറും എന്നുള്ളതല്ലാതെ വർക്കിൻ്റെ ആ ഒരു എലിഗൻസ് എത്ര കാലം കഴിഞ്ഞാലും മാറാത്ത കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ട്രെൻഡ് ഔട്ടായി പോയ ഒരു ഫാബ്രിക്കിലാണ് നമ്മുടെ കട്ട് വർക്ക് ഉള്ളതെങ്കിൽ അപ്പോഴത്തെ ട്രെൻഡുള്ള ഒരു ഫാബ്രിക്കിലോട്ട് നമുക്കത് അറ്റാച്ച് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ TC259 ആണ് ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത്. മസ്റ്റർഡ് യെല്ലോയിൽ ലൈറ്റർ പീച്ച് ടോണിലുള്ള, പീച്ച് ആൻഡ് പിങ്കിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന ഒരു ടോണിലുള്ള എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്, അതും ട്വൈൻ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. സെയിം ടോണിലുള്ള ബ്ലൗസും ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് അല്ലേ 10,599 ആണ് ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് നമ്മളിപ്പം സിംഗിൾ പീസാണ് ചെയ്തേക്കുന്നത്. സിംഗിൾ പീസ് നമ്മുടെ തലവലിപ്പറമ്പ് സ്റ്റോറിൽ ഒരു പീസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ആർക്കെങ്കിലും ഇത് കണ്ട് ഫീൽ ചെയ്ത് അതിൻ്റെ ആ പെർട്ടിക്കുലർ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ഒക്കെ ശരിക്കും ചിലപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന ചിലർക്ക് പഴയ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കൊന്നും ഈ ഓൺലൈനായിട്ടുള്ള ഇപ്പോഴും അങ്ങനെ അത്രയങ്ങ്
ഇഷ്ടപ്പെടാറില്ല. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലോ ഒരു ഫാബ്രിക് വാങ്ങിക്കുമ്പോൾ. ഒരു ഫാബ്രിക്കിൽ തൊട്ട് ഫീൽ ചെയ്ത് അതിൻ്റെ ടെക്സ്ചറൊക്കെ മനസ്സിലാക്കി വാങ്ങിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് റെഡി സ്റ്റോക്കായിട്ട് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്, അതായത് ഈ കോഡിലുള്ള ഒരു പ്രോഡക്റ്റ് നമ്മുടെ തലയോലപ്പുറം റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ കാണും. വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ് എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. താങ്ക് യു. സൂപ്പർ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻ. ലഹരിയ പാറ്റേൺ പ്രിൻറ്റ് ചെയ്തിട്ട് ഡിജിറ്റൽ പ്രിൻറ്റഡ് സാരിയാണ് കേട്ടോ. ലഹരിയ പാറ്റേൺസ് ഡയഗണലായിട്ടുള്ള ലൈൻസ് പോലെ വരുന്ന ആഷ് ടോണിലുള്ള ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന സാരി ഒരു ആഷ് ടോണിലാണ് വന്നിരിക്കുന്നത്. ആഷ് ടോണിലുള്ള ലൈൻസും അതുപോലെ തന്നെ സ്കാറ്റേർഡ് ആയിട്ട് ബോട്ടം പോർഷനിൽ ഈ താഴത്തുള്ള പോർഷനിൽ ഫ്ലോറൽ പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത്. ഫ്ലോറൽ പാറ്റേൺസ് റോസ് ഫ്ലവർ, പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന റോസ് ഫ്ലവേഴ്സും അതുപോലെ ഒലിവ് ഗ്രീൻ കളറിലുള്ള അതിൻ്റെ സ്റ്റെമ്മും ലീവ്സും ഒക്കെ ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കളർ പാലറ്റ് ആൻഡ് പ്രിൻറ്റ് പാറ്റേൺ. ഈ ഫ്ലവേഴ്സ് എപ്പോഴും നമുക്ക് ഫ്രഷ് ആയിട്ടൊരു ഫീല് തരുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. അപ്പോൾ അങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് ഒരു ഗാർഡനിലേക്കൊക്കെ നോക്കിയാൽ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് കിട്ടുന്ന പോലത്തെ സാരിയാണ്. അതുപോലെ തന്നെ ഇത് നല്ല ഭംഗിയുള്ള കളർ പാലറ്റിലാണ് വന്നിരിക്കുന്നത്. ടീൽ ഗ്രീൻ, ലൈറ്റർ പിങ്ക് ആൻഡ് ആഷ് ടോൺ, പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ടോണിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇതെല്ലാത്തിലും വന്നിരിക്കുന്ന പ്രിൻറ്റ് പാറ്റേൺ സെയിം തന്നെയാണ്. അതായത് കണ്ടോ, ഇത് ഞാനിങ്ങനെ കാണിക്കാം. ഇതാണ് അടുത്ത കളർ ടോൺ വന്നിരിക്കുന്നത്. ടീൽ ഗ്രീൻ കളറിൽ വന്നേക്കാണ്. ഇതാണ് സാരി. ഒരു ഗ്രഡേഷനിലാണ് വന്നേക്കുന്നത്. മുന്താണിയിലോട്ട് വരും തോറും ആ ഫുള്ളായിട്ട് ആ ഫ്ലോറൽ പാറ്റേൺസ് ആണ് വന്നേക്കുന്നത്. കണ്ടോ, ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള കളർ പാലറ്റ് അല്ലേ. ആ ഗ്രീനിൽ പിങ്ക് വന്നപ്പോൾ നല്ല ഭംഗി, ഒരു ഗാർഡനിലേക്കൊക്കെ നോക്കുന്ന ഒരു ഫീലാണ്. ഇതിൻ്റെ ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത്, ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ടോണിൽ കുറച്ചും കൂടി കട്ടിയുള്ളൊരു ഫാബ്രിക്കിലാണ് കേട്ടോ വന്നേക്കുന്നത്. കട്ടിയുള്ള ഫാബ്രിക്കിൽ ബ്ലൗസ് മെറ്റീരിയൽ ആകുമ്പോൾ സൂപ്പർ നെറ്റ് കോട്ടയെക്കാളും കുറച്ചും കൂടി കട്ടിയുള്ള ഒരു ചന്തേരി ഫിനിഷുള്ള ഫാബ്രിക്കാണ്. അതിലും ഇതുപോലെ ഫ്ലോറൽ പാറ്റേൺസ്, ലീവ്സ് ആൻഡ് ഇത് ഡിജിറ്റൽ പ്രിൻറ്റഡ് പാറ്റേൺ ആണ്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ബ്ലൗസ്. അടുത്ത കളർ പാലറ്റ് വന്നേക്കുന്നത് പിങ്ക് ആണ്. പിങ്കിലും ഇതുപോലെ തന്നെ സെയിം ലഹരിയ പാറ്റേൺ ഫ്ലോറൽ പാറ്റേൺസ് പ്രിൻ്റ് ചെയ്തേക്കാണ്. മുന്താണിയിലും ഇതേ കുറച്ച് റിച്ച് ആയിട്ട് വരുന്ന ഫ്ലോറൽ പാറ്റേൺസ് വേണ്ട. ഇതാണ് മുന്താണിയിൽ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തേക്കുന്ന ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന ബ്ലൗസ് പീസാണ്. അതിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ, ഇതുപോലെ ലഹരിയ പാറ്റേണും ഉണ്ട്, ഫ്ലോറൽ പാറ്റേണും കൂടി ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ്. ഇതിനൊരു നല്ല സോഫ്റ്റ് ഫീലാണ് കേട്ടോ. സാധാരണ സൂപ്പർ നെറ്റ് കോട്ട ഫാബ്രിക്കിനേക്കാളും കുറച്ചും കൂടി ഒരു സോഫ്റ്റർ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നമുക്കത് ഫീൽ ചെയ്യും, നമ്മൾ കൈ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫീലുള്ള സാരിയാണ്. പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് BLD 170 ആണ്. പ്രൈസ് വരുന്നത് 1399. ഒരു കാഷ്വൽ വെയറിനാണെങ്കിലോ അല്ലെങ്കിൽ ഓഫീസ് വെയർ ആണെങ്കിലോ ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് BLD. അതുപോലെ തന്നെ സൂപ്പർ നെറ്റ് കോട്ട ആണല്ലോ, ഇപ്പോൾ നമ്മുടെ ഈ ചൂടുള്ള ക്ലൈമറ്റിനും പറ്റിയൊരു ഫാബ്രിക്കാണ്. BLD 170, 4 വേരിയൻസ്, 1399 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. Check it out at www.aham.store. ഡിസൈനർ സാരീസ് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കല്യാണം ആവട്ടെ, അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും സാരി വെയർ ചെയ്യാത്തവരാണെങ്കിലും നമ്മൾ വി ഓൾ പ്രിഫർ ടു ഹാവ് എ സാരി ലുക്ക് ഇൻ ദ വെഡിങ്സ് അല്ലേ. കാരണം വി ഓൾ നോ വി ലുക്ക് സ്റ്റണ്ണിങ് ഇൻ സാരീസ്. നമുക്ക് എപ്പോഴും ഭയങ്കര ഭംഗിയാണ്. ആ ഒരു സ്പെഷ്യൽ ഡേയ്സിനൊക്കെ നമ്മൾ മേക്കപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ വെൻ വി ഗെറ്റ് റെഡി ആൻഡ് ഫുൾ ഔട്ട്ഫിറ്റ് ഒക്കെ ആയിട്ട് നല്ലൊരു സ്റ്റെലറ്റോ ലുക്കൊക്കെ ആയിട്ട്, അപ്പോൾ അങ്ങനത്തെ ഒരു ലുക്കിന് പറ്റിയ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ഡിസൈനർ സാരീസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. 3 ഷെയ്ഡ്സിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് എ റിയലി ഗുഡ് ഓപ്ഷൻ ആസ് വെൽ. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്ത് സാരീസ് എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ലുക്ക് ഡെഫിനറ്റ്ലി നമുക്കൊരു 13 റേഞ്ചിനൊക്കെ പോകാറുണ്ട്. അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി എ ഗുഡ് ഓപ്ഷൻ ബിക്കോസ് ഓഫ് ദ പ്രൈസ് റേഞ്ച് ഓൾസോ. 7899 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. 3 കളേഴ്സ്, ഷാംപെയിൻ ആൻഡ് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ അനിയൻ പിങ്ക് ആൻഡ് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലോ ടീൽ ടിൻ്റാണ് വരുന്നത് അതിനകത്ത്. ആൻഡ് ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ബോർഡർ പാറ്റേൺ, നല്ലൊരു ടോൺ ഓഫ് സിൽവറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെറ്റാലിക്സിൽ തന്നെ പല ഷെയ്ഡ്സ് നമുക്ക് എപ്പോഴും വരാറുണ്ട്, സിൽവറും ഗോൾഡ് ആണെങ്കിലും ഒക്കെ പല ടോൺസ്. അപ്പോൾ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഒരു സട്ടിലായിട്ടുള്ള സിൽവറാണ് കേട്ടോ. സീക്വൻസും കട്ട് ട്യൂബ്സും ലോങ് ട്യൂബ്സും കൂടെ ആയിട്ടുള്ള ഒരു ഓപ്ഷനിൽ ചെയ്തേക്കാണ്. ബോഡി ഫുള്ളായിട്ട് വാട്ടർ ഗോൾഡ് സീക്വൻസിൻ്റെ ഡീറ്റെയിലും നൈലോൺ ഓർഗൻസയിലാണ്
വന്നിരിക്കുന്നത്. നമുക്ക് ആ ഒരു വെയർ ചെയ്യുന്നതിൻ്റെ കംഫർട്ടും നല്ലതാണ്. അത് ഒരുപാട് ഇങ്ങനെ ചിലർ നമ്മൾ ഓർഗൻസ് പറയുമ്പോഴത്തേക്ക് പറയും അത് ഉടുക്കാൻ ഭയങ്കര പാടല്ലേ, പ്ലീറ്റ്സ് ഇങ്ങനെ പറന്ന് നിൽക്കത്തില്ലേ എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ഒരു കൺസേൺ ഇതിനകത്ത് വരത്തില്ല കേട്ടോ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെയിറ്റ് ഓഫ് ദ വർക്കിനൊരു വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നല്ല ഒതുങ്ങി കിടക്കുന്ന പ്ലീറ്റ്സ് കിട്ടും. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയലും അങ്ങനെ ഒരു അങ്ങനെ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല, ഒതുക്കി കൊടുക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ. ആൻഡ് ബ്ലൗസ് അതിനകത്ത് റണ്ണിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സെയിം മെറ്റീരിയലിനകത്ത് വിത്തൗട്ട് വർക്ക് വന്നിട്ട് ബോർഡറിൽ മാത്രം ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇഫ് യു ലൈക്ക് ടു മേക്ക് ഇറ്റ് എ ലിറ്റിൽ ഹെവിയർ യു ക്യാൻ ഗോ ഫോർ ദാറ്റ് ഓപ്ഷൻ. ഇല്ലാണ്ടും ഭംഗിയായിരിക്കും കേട്ടോ. നമുക്കൊരു ക്രേപ്പ് ലൈനിങ് ആണ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ഓപ്ഷൻ. ആൻഡ് ഇതിൻ്റെ കളേഴ്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. വരുന്നത് പർപ്പിൾ പോർഷൻ എഡ്ജ് ടു എഡ്ജ് ആണ് ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ വന്നിരിക്കുന്നത് വാട്ടർ കൂൾ സീക്വൻസിൻ്റെ. ആൻഡ് ഇപ്പോൾ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. ആ ഒരു ലൈറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗ്രാൻഡ് ഫീൽ വേറെ ആട്ടോ. അപ്പോൾ മോസ്റ്റ്ലി ഒരു ഡയമണ്ട് കൈൻഡ് ഓഫ് ജ്വല്ലറി അല്ലെങ്കിൽ നമ്മളിപ്പോൾ സിർക്കോണി ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനത്തെ ഒരു സിൽവറി ടോൺ വന്നിട്ടുള്ള മെറ്റലിൻ്റെ കൂടെ ഉള്ള ജ്വല്ലറീസ് അത് ഒരുപാട് ഹെവി ആവണ്ട. നമുക്കതൊരു സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ജ്വല്ലറിയുടെ കൂടെ വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഭംഗിയായിരിക്കും. അങ്ങനത്തെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഓപ്ഷൻ പോകേണ്ട ഒരു ആവശ്യം ഇതിനകത്ത് വരത്തില്ല. ബിക്കോസ് സാരി ഇറ്റ് സെൽഫ് ഇസ് വെരി ഹെവി. അപ്പോൾ സ്കാലപ്പ് എഡ്ജ് ഫിനിഷിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതാണ് എൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ. ബ്ലൗസിൻ്റെ അകത്ത് നമുക്ക് സ്കാലപ്പ് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാം, ഓർ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാവുന്ന രീതിയിൽ കൊടുത്തേക്കാണ്. ബ്ലൗസിൻ്റെ രണ്ട് ഹെമ്മിനകത്തായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക്. ആൻഡ് ടീൽറ്റിൻ്റെ സ്കൈ ബ്ലൂ ഷെയ്ഡിലോട്ടാണ് പോയേക്കുന്നത്. താഴോട്ട് പോകുമ്പോഴത്തേക്ക് മുട്ടിന് താഴോട്ടാണ് കേട്ടോ എംബ്രോയിഡറി വരുന്നത്. അതാണ് നെക്സ്റ്റ് ഷെയ്ഡിൻ്റെ ലുക്ക് വരുന്നത്. നമുക്ക് ഒരുപാട് ടൈമൊന്നും ഇല്ല, നമുക്കിപ്പോൾ ഡിസൈൻ ചെയ്തിട്ടൊരു പീസിന് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനും ഇല്ല. ആൻഡ് ഇതൊരു നല്ലൊരു ബഡ്ജറ്റ് ഓപ്ഷനിലും കൂടെ വരുന്നതുകൊണ്ട് ദിസ് ഇസ് എ റിയലി ഗുഡ് ചോയ്സ്. ഡെഫിനറ്റായിട്ടും ട്രൈ ഔട്ട് ചെയ്യുക. SBP 118 എന്ന കോഡിൽ 7899 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്.